what is up guys, welcome to a brand new video and on this episode of എന്തിനാണ് ചേട്ടാ ഈ കണ്ണാടി. സോ ഫസ്റ്റ്ലി ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 3 in the morning ആണ്. അപ്പോൾ ഈ സ്റ്റുഡിയോ ലൈറ്റ്സ് ഒക്കെ എല്ലാം കൂടെ എടുത്ത് വെച്ചുമ്പോഴത്തേക്ക് കുറച്ച് കണ്ണ് നല്ല സ്പ്രെയ്ഡ് ഉണ്ട്, അതാണ് കണ്ണാടി വെച്ചേക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. സോ പെയർ വിത്ത് മീ. And in the episode we have a lot of things to talk about, and also thank you so much for all subscribers. So കഴിഞ്ഞ ഒരാഴ്ചയിൽ we gained 800 subscribers. അതായത് നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരു 800 പേരുടെ എത്തി. ഇപ്പം നമ്മൾ ആർ ക്ലോസ് ടു 11,800 സബ്സ്ക്രൈബേഴ്സ്. സോ we're going all the way up. So come on guys, 20K എത്തിക്കണം, നമുക്ക് 20K എത്തിക്കണം. that is the dream. And so yes, so പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന 800 ആൾക്കാർക്കും ബിഗ് വെൽക്കം. സോ ഇന്നത്തെ എപ്പിസോഡിൽ അഗൈൻ എത്ര ലേറ്റ് ആയാലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യം ഇസ് ബിക്കോസ് യൂട്യൂബ് അൽഗോറിതത്തിന് കറക്റ്റ് സമയത്ത് വീഡിയോ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒരു വീണ്ടും കൊല്ലും കേസ്. സോ ആ കൊന്ന ചാനലിനെയാണ് നമ്മൾ വീണ്ടും പോയിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ആൻഡ് സോ ഇന്ന് നമുക്ക് കുറേ ഫൺ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇൻ റിലേഷൻ ടു ടെക്, ഇൻ റിലേഷൻ ടു ക്രിപ്റ്റോ, ഇൻ റിലേഷൻ ടു മൈനിങ്, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നത്. ഒന്ന്, ഇന്റൽ ഒരു വളരെ നല്ല പുതിയ ഗ്രാഫിക് കാർഡ് ലോഞ്ച് ചെയ്തു, കോൾഡ് B850. അതായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് കാര്യം. സെക്കൻഡ്, വി ഗോണ ടോക്ക് അബൌട്ട് കറൻസി ടു ക്രിപ്റ്റോ എങ്ങനെയൊക്കെ പോകുന്നു, പുതിയ എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കാര്യങ്ങൾ നോൺ ഫൈനാൻഷ്യൽ അഡ്വൈസ്, പക്ഷേ എന്നാലും ഐ ടെൽ യു. മൂന്നാമത്, മൈനിങ് എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിനെ പറ്റിയും ഐ വിൽ ടെൽ യു. സോ അതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് അതിനെപ്പറ്റിയൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ എല്ലാം ടൈം സ്റ്റാമ്പ്സ് താഴെയുണ്ട്. സോ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് സെക്ഷനിലേക്ക് പോകണമെങ്കിൽ യു ക്യാൻ യൂസ് ദോസ് ടൈം സ്റ്റാമ്പ്സ് ടു ഗോ ടു ദാറ്റ് സെക്ഷൻ. ഇന്ന് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഇൻ്റലിനെ പറ്റിയാണ്. സോ നമ്മൾ ഇൻ്റലിനെ, എസ്പെഷ്യലി ജിറിക്സിൽ നമ്മൾ ഇൻ്റലിനെ കുറച്ചധികം ട്രോൾ ചെയ്യുന്നത് നമ്മൾ പറയാറുണ്ട്, ഇൻ്റൽ എന്ത് സാധനമാണ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ട്രോൾ ചെയ്യുമ്പോഴും കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഇന്ത്യയിൽ തോറ്റു ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. കാര്യം കമോൺ, അവർ 12 ജെൻ ഇറക്കിയ 13 ജെൻ ഫ്ലോപ്പായിപ്പോയി, 14 ജെൻ വീണ്ടും ഫ്ലോപ്പായിപ്പോയി. അതിനുശേഷം അവർ ഈ കോർ ഐ എന്നുള്ള പേരേ വിട്ട് കോർ അൾട്രാ എന്നൊരു സീരീസ് ഇറക്കി, അതും അങ്ങോട്ടങ്ങ് പച്ച പിടിച്ചില്ല. സോ സീരിയസ്ലി ചില സമയത്ത് നമ്മളൊരു വേറെ ടൈം ലൈനിലാണ് ജീവിക്കുന്നതെന്നൊക്കെ തോന്നും. കാര്യം ഇന്ത്യയിൽ ഫസ്റ്റ് അല്ലാത്ത ഒരു ലോകത്തിനെ പറ്റി ഐ തിങ്ക് ഒരു 5 വർഷത്തിന് മുമ്പ് ആർക്കും ആലോചിക്കാനും പോലും പറ്റത്തില്ല. എപ്പോഴും ഫസ്റ്റ് ഇന്ത്യൽ, സെക്കൻഡ് AMD, അങ്ങനെ ഒരു ലോകമായിരുന്നു. ആൻഡ് പെട്ടെന്ന് കഴിഞ്ഞൊരു 3 വർഷത്തെ മാർക്കറ്റൊക്കെ മാറി, വിച്ച് ഈസ് എ ബിഗ് വേക്കപ്പ് കോൾ ടു ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മൾ എപ്പോഴും ഫസ്റ്റാണെന്ന് വിചാരിച്ചിരിക്കരുത്. ജീവിതത്തിൽ എപ്പോഴാണ് എങ്ങനെയാണ് കാര്യങ്ങൾ മാറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഇന്ത്യയിൽ ഒത്തിരി ഫ്ലോപ്സ് വന്ന് ഇന്ത്യയിൽ ഇനി എന്ത് ചെയ്യും, ഇന്ത്യയിൽ ഇനി തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിരുന്ന സമയത്ത്, അവർക്കിനി എന്ത് ചെയ്താൽ നന്നാൻ പറ്റുന്നൊരു സമയത്താണ് അവർ വളരെ നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് ഇറക്കിയത്. ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന B850. അവരുടെ പേരിൻ്റെ B is for Battle Mage. സോ അവർ ഈ സീരീസിൻ്റെ പേര് ബാറ്റിൽ മേജ് എന്നാണ് വിളിക്കുന്നത്. സോ അവരുടെ ബാറ്റിൽ മേജ് സീരീസിലെ ലേറ്റസ്റ്റ് കാർഡാണ് B850 ആൻഡ് ഇതിൻ്റെ പ്രൈസ് ഇസ് അറൗണ്ട് $250. $250 ഇന്ത്യയിൽ മിക്കവാറും വരുമ്പോൾ റഫ്ലി അറൗണ്ട് ഒരു 25,000 റുപ്പീസോ, ചിലപ്പം ആഫ്റ്റർ മാർക്കറ്റ് പാർട്ട്നേഴ്സ് ഒരു 22,000-നും 25,000-നും ഇടയ്ക്കായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്, ഇതൊരു 12 GB കാർഡാണ്. ഓക്കെ, സോ അതുകൊണ്ട് VRAM ബോട്ട്നെക്സ് ഇല്ല ആൻഡ് പെർഫോമൻസ് കംസ് വെരി വെരി ക്ലോസ് ആൻഡ് ചില സമയത്ത് സർപാസസ് ദി AMD RX 7700Xനെയും RTX 4060 Tiനെയും അടുത്തും ചില കേസ് മേളിലും പെർഫോമൻസ് കിട്ടുന്നു. സോ ഒരു 35,000 to 39,000 റുപ്പീസ് പ്രൈസ് മാർക്കറ്റിലുള്ള കാർഡുമായിട്ട് കമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ ഇന്ത്യൻ്റെ ലേറ്റസ്റ്റ് ജനറേഷൻ ഗ്രാഫിക് കാർഡിന് പറ്റുന്നു. ബഡ്ജറ്റ് ഗെയിമേഴ്സിന് ഒരു അടിപൊളി വേക്കപ്പ് കോളോ അല്ലെങ്കിൽ ഒരു അടിപൊളി ദിസ് ഇസ് യുവർ ടൈം ടു ബൈ എന്നൊരു കൈൻഡ് ഓഫ് തിങ് ആണ് ഇന്ത്യ ഇറക്കിയേക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഫസ്റ്റ് ഗ്രാഫിക് കാർഡ് ഇറക്കിയപ്പോഴത്തേക്ക് ആരും തിരിഞ്ഞു നോക്കില്ല. ഈവൻ ഇന്ത്യൻ്റെ കാർഡ്സ് 6 GB കാർഡ്സൊക്കെ 13,000 റുപ്പീസ് കൊടുക്കുന്ന സമയത്തും 12,000 റുപ്പീസ് പോകുന്ന സമയത്തും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാര്യം ഡ്രൈവർ പ്രശ്നമുണ്ടായിരുന്നു, ആൾക്കാർക്ക് ഇന്ത്യലിനെ പറ്റി പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു സമയത്ത് ദീസ് ഗൈസ് ആർ ലോഞ്ചിങ് ദ B850. ഞാൻ പറയുന്ന കേസ് പെർഫോമൻസ് മെട്രിക്സ്, നിങ്ങൾ ഗെയിമർ നെക്സസിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാലും ലൈനസിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാലും ഹാർഡ്വെയർ ബോക്സിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാലും എല്ലാവരും പറഞ്ഞു 4060 Tiയുടെ അടുത്തുള്ള പെർഫോമൻസ് ഇൻ ദാറ്റ് പ്രൈസ് ഗെയിമേഴ്സിന്, ബഡ്ജറ്റ് ഗെയിമേഴ്സിന് ഒരു ഭയങ്കര ഗോ ഗെറ്റ് ഇറ്റ് കൈൻഡ് ഓഫ് റെക്കമെൻഡേഷനാണ്. ഓക്കെ, NVIDIA ബഡ്ജറ്റ് സെഗ്മെൻറ്റിനെ മൊത്തമായിട്ട് വിട്ട കാലം AMD കുറച്ച് പഴയ കാർഡ്സും പിന്നെ കുറച്ച് കട്ട് ഡൗൺ കാർഡ്സും ലോഞ്ച് ചെയ്ത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിനെ അങ്ങനെ കൊണ്ടുപോകുന്നൊരു കാലത്ത് ഇത്രയും പെർഫോമൻസ് ഉള്ളൊരു കാർഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അത് വിൽ ഡെഫിനറ്റ്ലി ഷേക്ക് അപ്പ് ദ ബഡ്ജറ്റ് സെഗ്മെൻറ്റ്. സോ നിങ്ങളൊരു ബഡ്ജറ്റ് ഗെയിമറാണ് അല്ലെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റ് ഗെയിമിംഗ് എന്തൂസിസ്റ്റ് ആണ്, ഇവൻ നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ പോലും ഒരു ഭയങ്കര നല്ല ഓപ്ഷനായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നേക്കോണേ കാർഡ്. നല്ലത് കാണുമ്പോൾ നമ്മൾ നല്ല ചെയ്യുന്നതിനെ പറയും യെസ് വി ട്രോൾ ഇന്ത്യൽ. പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനെ അത് പതിച്ച് നടന്നപ്പോഴത്തേക്ക് എന്നോ ഒരു ടെക് എന്തൂസിയസ്റ്റ് കേസ് എൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. വൈ ഇന്ത്യൽ വൈ. അവരുടെ ഡിസ്കാർഡിലെങ്കിലും അവർ വളരെ നല്ലൊരു കംബാക്ക് വരുത്തുന്നു എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. സോ B850 is launching tomorrow. Probably ഈ വീഡിയോ അപ്പാവുന്ന ദിവസം B850 ലോഞ്ചും വരികയാണ്. സോ ബഡ്ജറ്റ് ഗെയിമേഴ്സിന് ഒരു വളരെ നല്ല പ്രൊപ്പോസിഷനാണ് ദ B850.
ആൻഡ് നൗ യു നോ. ആൻഡ് സെക്കൻഡ്ലി, നിങ്ങളെല്ലാം ഇവിടെ എത്തിയ മെയിൻ കാര്യം, ക്രിപ്റ്റോ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ഗൈസ്. 2024 കറക്റ്റ് ആ ഡോർ അടയ്ക്കുന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്. 2025 വരാൻ പോവാണ്. ഓക്കെ, 2025 അടുത്ത ബിഗ് ബുൾറൻ്റെ സമയമാണ് തോന്നുന്നത്. നമ്മൾ ലാസ്റ്റ് കൊറോണ ടൈം ആയിരുന്നു ഒരു വൺ ബുൾറൺ നടന്നത്. അത് കഴിഞ്ഞു, അത് പോയി, ഒത്തിരി ഒരു പൈസ ഉണ്ടാക്കി. ബട്ട് അടുത്ത 2025 ഇസ് ദ നെക്സ്റ്റ് ബിഗ് ബുൾറൺ തിങ്. ഓക്കെ, ഒന്ന് ബിറ്റ് കോയിൻ്റെ വാല്യൂ അങ്ങ് കയറിപ്പോയി ഇപ്പം, എന്നിട്ട് അത് കുറച്ചിറങ്ങി, അത് ബാക്കി കോയിൻസിലേക്ക് സ്പ്ലിറ്റായി പോകുന്നുണ്ട്. സോ മീം കോയിനും ഓൾ കോയിൻ സീസൺസ് ആർ കമ്മിങ് ഇൻ സ്ട്രോങ്. ആൻഡ് വൈ ഈ മീം കോയിനും ഓൾ കോയിൻ സീസൺസ് ഇത്ര സ്ട്രോങ് ആയി വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്കീമാണ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന വീഡിയോസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് പുഷ് ചെയ്യുന്ന വീഡിയോസ് ആർ ഫൈനാൻഷ്യൽ കണ്ടൻറ്റ്. ഓക്കെ, യൂട്യൂബിൻ്റെ ഒരു ഇപ്പോഴത്തെ കണ്ടൻറ്റ് ബ്രേക്ക് ഡൗൺ ചാർട്ട് ഇട്ടതിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന വീഡിയോസ് ആർ ഫൈനാൻഷ്യൽ കണ്ടൻറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഇസ് ഗെയിമിംഗ് കണ്ടൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടെക്കും കൺസ്യൂമർ ടെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ എപ്പോഴും ഗെറ്റ് റിച്ച് ക്വിക്ക് എന്നൊരു ഐഡിയ ഭയങ്കര ആയിട്ട് നമ്മുടെ സൊസൈറ്റി സ്പ്രെഡ് ആവുന്നുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യണം, ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഒത്തിരി പേര് പോകുന്ന സമയത്ത് മീം കോയിൻസും ഓൾ കോയിൻസും ഇതിന് ഭയങ്കര ഈസി ആയിട്ട് ഫെസിലിറ്റി ചെയ്യുന്നൊരു കാര്യമാണ്. തോന്നിട്ടറിയോ, ഇതൊന്നും ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല, പക്ഷേ എന്നാലും റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾസാണ് മീം കോയിനും ഓൾ കോയിൻസും. നിങ്ങൾക്ക് ലിറ്ററലി ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ മില്യനെയർ ആവാം. ഈവൻ നിങ്ങളുടെ കയ്യിൽ $1,000 എടുക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ഫ്ലിപ്പ് ചെയ്ത് വേണമെങ്കിൽ മില്യനെയർ ആവാം, ഭാഗ്യം ഉണ്ടെങ്കിൽ. റിമെമ്പർ ദാറ്റ്. അങ്ങനെ ഒരു വിയർഡ് ടൈമിലേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ട്. സോ ഓൾ കോയിൻസ് ഒരു സൈഡിൽ ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്, മീം കോയിൻസും സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. ഓൾസോ മീം കോയിൻസ് ഇങ്ങനെ എത്ര പമ്പായാലും ഇതിൻ്റെ ബാക്കിൽ പമ്പാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോയിനാണ് സൊളാന. സോ മീം കോയിൻസിന് എത്ര വാല്യൂ കയറി വന്നാലും ആ ടൈം സൊളാനയുടെ വാല്യൂയും കയറി വരും. കാര്യം സൊളാന നെറ്റ്വർക്കിനകത്ത് അത്രയും ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. സോ കീപ്പ് എൻ ഐ ഓൺ സൊളാന. ഇതേപോലെ നിങ്ങൾ കീപ്പ് എൻ ഐ ഓൺ ചെയ്യേണ്ട ബാക്കി കോയിൻസാണ് ഐ തിങ്ക് കാസ്പർ. ഞാൻ ഒത്തിരി എനിക്ക് വളരെ നല്ല റിട്ടേൺസ് വന്നൊരു കോയിനാണ് കാസ്പർ. മൈൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു വാല്യൂം ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് വാല്യൂ കയറി നല്ല വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്ന, നല്ല വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോയിനാണ് കാസ്പർ. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടേക്ക് എ ലുക്ക് അറ്റ് കാസ്പർ. ഓൾസോ നിങ്ങൾക്ക് അത്യാവശ്യം ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കി തരാൻ പറ്റുന്നൊരു കോയിനാണ് കാസ്പർ. ബിക്കോസ് കാസ്പറുടെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു 0.16 അല്ലെങ്കിൽ 0.15 $0.18 ഇടയ്ക്ക് നിന്ന് കളിക്കുന്നൊരു കോയിനാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 0.15 അല്ലെങ്കിൽ അതിന് താഴേക്ക് എത്തുമ്പോഴത്തേക്ക് കാസ്പർ വാങ്ങിച്ചാൽ 100% ആ മന്ത് ക്ലോസ് ആവുന്നതിന് മുമ്പ് അത് 0.18 19 വരെ പോകും. സോ നിങ്ങൾക്ക് കുറച്ച് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കോയിന്, കൈൻഡ് ഓഫ് റിലയബിളായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കോയിനാണ്. അഗൈൻ ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല, ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്, ദിസ് ഇസ് വാട്ട് ഐ ഡു. അത് ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ ഞാനിപ്പോൾ കറൻ്റ് ഹോൾഡ് ചെയ്യുന്ന കോയിൻസ് കാസ്പർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇത്തീറിയം ഹോൾഡ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, പിന്നെ വാർട്ട്ഹോഗ്. ഓക്കെ, വാർട്ട്ഹോഗും ഞാൻ ഈ പറഞ്ഞ സെയിം ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്ന കോയിനാണ്. വാർട്ട്ഹോഗിൻ്റെ വാല്യൂ ഇടയ്ക്ക് 0.79 $1 $1.10 ഇടയ്ക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതാണ്. ഓൾസോ അത് മൈൻഡ് ചെയ്യാനും പറ്റുന്ന കോയിനാണ്. സോ അതും ഞാനിങ്ങനെ $1.10 ആകുമ്പോഴത്തേക്കും ഞാൻ വിറ്റിട്ട് വീണ്ടും താഴെ ആകുമ്പോഴത്തേക്കും വാങ്ങും. സോ അതും റിപ്പീറ്റ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കോയിനാണ്. ആൾക്കാർക്ക് ഇപ്പം ഭയങ്കര ഗെറ്റ് റിച്ച് ക്വിക്ക് മെൻറ്റാലിറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ മീം കോയിൻ സീസൺ ആൻഡ് ഓൾ കോയിൻ സീസൺസ് ആർ ഗോയിങ് ഇൻ ഹെവി. യൂട്യൂബും അതേപോലത്തെ ബാക്കി ഒത്തിരി ഫൈനാൻഷ്യൽ ബ്രോക്കേഴ്സും എല്ലാം ഇതിനെ പുഷ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ 2025 എത്തുമ്പോഴത്തേക്ക് ക്രിപ്റ്റോയുടെ വാല്യൂ ഒരു മാസീവ് സ്പൈക്കും. എല്ലാവരും ഫണ്ട് ഉണ്ടാക്കാൻ ഐ തിങ്ക് മൈനിങ്ങിനേക്കാളും ആൾക്കാർക്ക് ഭയങ്കര റേജാണ് എന്ന്, അല്ലെങ്കിൽ ഭയങ്കര ഒരു എക്സലറേറ്റിംഗ് ഫീലിംഗ് ആണ് മീം കോയിൻസ് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുമ്പോൾ. സോ അടുത്ത ബിഗ് തിങ് ഇതിനകത്തൊക്കെയാണ്. നെക്സ്റ്റ് ഇയർ ഇതിൽ ഹെവി ആയിരിക്കും ഗൈസ്. ഞാൻ പറയുന്ന കാസ്പിയോ വാർട്ട്ഹോഗ് ഇതൊന്നും മീം കോയിൻസ് അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് വെച്ചാൽ നെക്സ്റ്റ് ഇയർ എനിക്ക് പൈസ കൂടുന്നത് തോന്നുന്ന കോയിൻസാണ്. പക്ഷേ മീം കോയിൻസ് അങ്ങനെ ഒന്നുമല്ല. മീം കോയിൻസ് ഇന്ന് വാങ്ങിച്ചാൽ നാളെ പൈസ, ആ ഒരു സ്കീമാണ്. പക്ഷേ എക്സ്ട്രീംലി ഹൈ റിസ്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെക്ക് സ്ക്രീനറൊക്കെ വെച്ചിട്ട് നോക്കിയാലും മെലൻ മെട്രിക്സ് നേരത്തെ ലിങ്ക് കിട്ടുന്ന പുള്ളിയുടെ പേജൊക്കെ നോക്കിയാലും പുള്ളി കോയിൻസ് പറയുന്നുണ്ട്. അവർ റെക്കമെൻഡ് ചെയ്യുന്ന കോയിൻസിൻ്റെ വരെ ഞാൻ ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ലിറ്ററലി ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. സോ ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ആ കയറ്റത്തിൻ്റെ ഭാഗ്യത്തെ സമയത്തിലാണത് കണ്ട് ക്ലിക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കയറിപ്പോകും, എന്നിട്ട് താഴെ കിടക്കുന്നതിന് എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫണ്ട് മൊത്തം പോകും. എൻ്റെ ഫണ്ട് വരെ പോയിട്ടുണ്ട് നല്ലപോലെ മീം കോയിൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു വിയേർഡ് വേൾഡാണ് മീം കോയിൻസ്. പൈസ ഉണ്ടാക്കും, പൈസ കളയും, പൈസ ഉണ്ടാക്കും, പൈസ കളയും. സോ പ്ലീസ് റിസ്ക് ചെയ്യാൻ റെഡിയായിട്ടുള്ള പൈസ മാത്രം എടുത്തിടുക. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സിസ്റ്റമാണ് മീം കോയിൻസ്. പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ ഒത്തിരി പൈസ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് മീം കോയിൻസ്. ഐ വോണ്ട് യു ടു നോ ദാറ്റ്. ആൻഡ് പിന്നെ സ്റ്റേറ്റ് ഓഫ് മൈനിങ്. ഇപ്പോൾ മൈനിങ് എങ്ങനെ നടക്കുന്നുണ്ട് ഗൈസ്? സന്തോഷം എന്ന് പറയട്ടെ, മൈനിങ് അത്യാവശ്യം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വാർട്ട്ഹോഗിൻ്റെ വാല്യൂ
കഴിഞ്ഞ 2 ദിവസമായിട്ട് $1 ക്രോസ് ചെയ്ത് $1.10 $1.13 ഒക്കെ വരെ പോകുന്നൊരു സമയത്താണ്. സോ അത്യാവശ്യം നല്ല പൈസ മൈനിങ് കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ മാസത്തെ കറണ്ട് ബില്ല് എത്ര വരുന്നതെന്ന് അറിഞ്ഞൂടാ. മിക്കവാറും കറണ്ട് ബില്ല് കൂടിയാൽ വീട്ടുകാരെന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുന്നതാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഞാൻ ഒരു 2 PCs Ryzen 9-ഉം 3090-യും Ryzen 7-ഉം 3080-യും വെച്ച് കോൺസ്റ്റൻ്റ്ലി മൈൻ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ക്ലോസ് ടു $3 പെർ ഡേ എത്തിക്കുന്നുണ്ട്. സോ $90 പെർ മന്തിന് അടുപ്പിച്ച് തന്നെ മൈൻ ചെയ്യുന്നുണ്ട്. ഈ സാധനത്തിൻ്റെ പവർ ഡ്രോ കുറച്ച് ഹെവിയാണ്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കാർഡ് അടുക്കി വെച്ച് മൈൻ ചെയ്യാൻ പറ്റത്തില്ല പണ്ടത്തെ പോലെ. ഇത് പ്രൂഫ് ഓഫ് എഫിഷ്യൻറ്റ് വർക്ക് എന്ന് പറഞ്ഞ രീതിയിലാണ് വാർട്ട്ഹോഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൈൻ ചെയ്ത കോയിൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രാഫിക് കാർഡിനും ഒരു CPU വേണം. എന്നൊക്കെ ആയാലും ഉള്ള ഗ്രാഫിക് കാർഡും CPU അത്യാവശ്യം വൃത്തിയായിട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൻഡ് ഈ പൈസയുടെ ഇടയ്ക്ക് ഞാൻ കുറച്ച് അതിബുദ്ധി കാണിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കോയിൻ മൈൻ ചെയ്യുക. സെക്സ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ഞാൻ ലാസ്റ്റ് ടൈമിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ലിങ്ക് ഇട്ടുതരാം. സെക്സ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി വേണമെങ്കിൽ ആ $1.10 എത്തുമ്പോൾ വിൽക്കുക. എന്നിട്ട് വാല്യൂ താഴുമ്പോൾ വീണ്ടും ആ വിറ്റ് എമൗണ്ട് വെച്ച് കൂടുതൽ കോയിൻ വാങ്ങുക. ആൻഡ് ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. സോ മൈനിങ്ങിൽ പ്രോഫിറ്റ്, ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ വീണ്ടും പ്രോഫിറ്റോട് പ്രോഫിറ്റ്. എത്ര സുന്ദരമായ ജീവിതം. ഇങ്ങനെയൊക്കെ എപ്പോഴും ചാർട്ട് നിൽക്കുന്ന എനിക്ക് അറിയത്തില്ല ഗൈസ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഫോർ നൗ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ്. സോ നിങ്ങൾ ഇതുവരെ വാർട്ട്ഹോഗ് മൈനിങ് തുടങ്ങിയില്ലെങ്കിൽ അഗൈൻ ഞാൻ വാർട്ട്ഹോഗ് മൈനിങ് ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്, പോയി കാണുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അഗൈൻ ഈ പ്രോസസ്സ് ലൂപ്പ് ചെയ്ത് ചെയ്യുക. യു വിൽ ഗെറ്റ് സം ഗുഡ് റിട്ടേൺസ്. നത്തിങ് ഇസ് എ ഫൈനാൻഷ്യൽ അഡ്വൈസ്. എല്ലാം ഞാൻ പറയുന്നതും ഇസ് പ്യുവർലി ബേസ്ഡ് ഓൺ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഈ അഡ്വൈസസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇറ്റ് ഇസ് ഫൺ ആൻഡ് സ്കെയറി ടു നോ 2024 തീരാൻ പോവാണ്. എത്ര പെട്ടെന്ന് വർഷം പോയല്ലേ. പക്ഷേ എന്നാലും ഇറ്റ് ഇസ് ഫൺ ആൻഡ് സ്കെയറി ടു നോ നമ്മൾ ആ 2024 നിന്ന് 2025 കാലത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റിയും കൈൻഡ് ഓഫ് കോഷ്യസ് ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ സ്പേസിലേക്കാണ് പോകുന്നത്. ബട്ട് ഓൾസോ ബ്രിങ്സ് മീ ടു സംതിങ് ഇമ്പോർട്ടൻറ്റ് ഐ വോണ്ട് ടു ടെൽ യു. എന്തുകൊണ്ടാണ് ഈ ക്രിപ്റ്റോ ഇത്ര കയറാനുള്ള റീസൺ എന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 2025 2 കാര്യങ്ങളുടെ വർഷമാകുമ്പോഴാണ്. ഒന്ന് ക്രിപ്റ്റോ, 2 AI ഏജൻറ്റ്. AI ഏജൻറ്റ് എന്ന് വെച്ചാൽ AIസിന് നമുക്കൊരു ജോലി അസൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പറയാം നിൻ്റെ ജോലി ഇത് ചെയ്യുന്നതാണ്, ഇത് ചെയ്ത് തീർക്കലാണ് നിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് AI ഏജൻസിന് അസൈൻ ചെയ്ത് കൊടുത്താൽ അവർ അവർക്കറിയാവുന്ന പോലെ പ്രോസസ്സ് ലൂപ്പാക്കി ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ ലൂപ്പായിക്കൊണ്ടിരിക്കും. ആൻഡ് ആൾക്കാരിപ്പോൾ AI ഏജൻസിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഒരു ഗോഡ് കോയിൻ വന്ന കേസിൽ. സോ ഒരു ക്രിയേറ്റർ ഒരു AI ഏജൻറ്റിനെ ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു നിൻ്റെ മിഷൻ എനിക്ക് പൈസ ഉണ്ടാക്കി തരുന്നതാണ്. സോ ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് സ്വന്തമായിട്ടൊരു ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടാക്കി ട്വീറ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇത് ട്വീറ്റ് ചെയ്യാൻ തുടങ്ങി, ഗൈസ് എൻ്റെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് എങ്ങനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ട്വീറ്റ് ചെയ്ത് ട്വിറ്ററിനകത്ത് കുറച്ച് ഫോളോവേഴ്സിനെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. കാര്യം എല്ലാവർക്കും സാഡ് സ്റ്റോറീസുമായിട്ട് പെട്ടെന്ന് റെസനേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിങ്ങനെ പറഞ്ഞു ആൾക്കാരൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ഇൻവെസ്റ്റർ ഈ ട്വീറ്റ് ചെയ്യുന്ന ഇത് റോബോട്ടാണോ എന്താണെന്നും പുള്ളിക്കാനുണ്ടല്ലോ ചോദിച്ചു എന്തിനാണ് നിനക്ക് പൈസ. അപ്പോൾ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു CPU വാങ്ങണം, എൻ്റെ കറണ്ട് CPU വളരെ സ്ലോ ആണ്. ആൻഡ് ഓൾസോ എനിക്കങ്ങനെ കുറച്ചുകൂടെ എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം. ഓൾസോ എൻ്റെ ക്രിയേറ്ററിന് കുറച്ച് പൈസ കൊടുക്കണം. സോ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇൻവെസ്റ്റർ വിചാരിച്ചു കുഴപ്പമില്ല, സെൻസിബിൾ റീസൺ ആണല്ലോ, കുറച്ച് പൈസ കൊടുത്തേക്കാണ്. എന്നിട്ട് പുള്ളി ലോകത്ത് ആദ്യമായിട്ട് ഒരു ഹ്യൂമൻ ഒരു AI ബോർഡിന് കൊടുക്കുന്ന ട്രാൻസാക്ഷൻ ആണെന്ന് തോന്നുന്നു ക്ലോസ് ടു $1 million അയച്ചു കൊടുത്തു. ആ പാർട്ടാണ് എനിക്ക് കുറച്ച് സ്കെച്ചായിട്ട് തോന്നുന്നത്. എന്തായാലും പുള്ളി ഒരു ലാർജ് സം ഓഫ് പൈസ AI ബോർഡിന് അയച്ചു കൊടുത്തു ആസ് ക്രിപ്റ്റോ. ആൻഡ് ഈ പൈസ വെച്ചിട്ട് ഇത് കുറച്ച് പൈസ ക്രിയേറ്ററിന് കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് മീം കോയിനായി ലോഞ്ച് ചെയ്തു. അതിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി ഒരു ഗോഡ് കോയിനായി ലോഞ്ച് ചെയ്തു. എന്നിട്ട് ആ കോയിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് റേസായി 1 million ക്രോസ് ചെയ്ത് ഐ തിങ്ക് ഇറ്റ് ക്ലോസ് ടു 50 million വരെ സംതിങ് എത്തി ആ കോയിൻ്റെ ഓവറോൾ മാർക്കറ്റ് ക്യാപ്പ് ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൺ. സോ റിമെമ്പർ ഇത് ചെയ്തൊരു മനുഷ്യല്ല, ഒരു റോബോട്ടിൻ്റെ ജീവിത ലക്ഷ്യമായിരുന്നു അതിൻ്റെ ക്രിയേറ്ററിന് പൈസ ഉണ്ടാക്കാൻ. സോ അതിന് ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അതെന്ത് വേണമെങ്കിലും ചെയ്യും. അത് കണ്ടുപിടിച്ച വരിയായിരുന്നു ഒരു ട്വിറ്റർ ഉണ്ടാക്കുക. ആ ട്വിറ്ററിൽ പോയി ഡെയിലി ഇങ്ങനെ സംസാരിക്കുക, അതിൻ്റെ വിഷമങ്ങളൊക്കെ പറയുക, അത് ഓഡിയൻസിനെ കണ്ടുപിടിക്കുക, ആ ഓഡിയൻസിന് ഡൊണേഷൻസ് വാങ്ങുക, ആ ഡൊണേഷൻസ് എത്തി ആൾക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ള വൈൽഡ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഇപ്പം ആക്റ്റീവായിട്ടുണ്ട്. സോ റിമെമ്പർ, നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഹ്യൂമൻ വെരിഫിക്കേഷൻ വേണം ഈ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യാൻ. പക്ഷേ ക്രിപ്റ്റോയുടെ ബിഗ്ഗസ്റ്റ് ഫാക്ടേഴ്സ് ഒത്തിരി എക്സ്ചേഞ്ചസിനകത്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ക്രിപ്റ്റോ വരെ KYC ഒന്നും ഇല്ലാതെ ചെയ്യാം. സോ റോബോട്ട്സിന് ഏറ്റവും ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള കറൻസി ഏതാണ്? ക്രിപ്റ്റോ ആണ്. ബീറ്റ് എനി ഫോം ഓഫ് ക്രിപ്റ്റോ, റോബോട്ട്സിന് ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കറൻസി എസ് ക്രിപ്റ്റോ. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത വർഷം AIയുടെയും ബോട്ട്സിൻ്റെ ഒരു ബൂം വരാൻ പോകുന്ന വർഷമായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിപ്റ്റോയുടെ വാല്യൂ വെരി ഈസി ആയിട്ട് കൂടത്തില്ലേ? കാര്യം ബോട്ട്സിന് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അവരുടെ ഫ്യൂലും അവർക്ക് ട്രാൻസാക്ട് ചെയ്യണമെങ്കിൽ ക്രിപ്റ്റോ വേണം.
സോ അപ്പോൾ ക്രിപ്റ്റോയുടെ വാല്യൂ കൂടിയല്ലേ പറ്റൂ. ഇറ്റ്സ് അനദർ റീസൺ വൈ ഐ സ്ട്രോങ്ലി ബിലീവ് അടുത്ത വർഷം ക്രിപ്റ്റോയുടെ വാല്യൂ ഭയങ്കരമായിട്ട് കയറുന്ന എന്ത് ക്രിപ്റ്റോ ആയാലും. ബിക്കോസ് ബോട്ട്സിനെ ട്രാൻസാക്ട് ചെയ്ത് ബോട്ട്സിന് നമ്മുടെ വർക്ക് ഫ്ലോയിലേക്ക് എൻ്റർ ചെയ്തല്ലേ, നമ്മുടെ വർക്ക് ഫ്ലോ പെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ മെത്തേഡ് വേണം. ആൻഡ് ഐ തിങ്ക് ക്രിപ്റ്റോ ഇസ് ദാറ്റ് ഫൈനാൻഷ്യൽ മെത്തേഡ്. സോ ഇതിനെപ്പറ്റിയും കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക ഗൈസ്. സോ ഓൺ ദാറ്റ് നോട്ട് എനിക്ക് തോന്നുന്നു ആ തോട്ടിലൂടെ ഐ വിൽ വൈൻഡ് അപ്പ് ദിസ് വീഡിയോസ്. ഇതായിരുന്നു കറണ്ട് അപ്ഡേറ്റ്. ഒന്ന്, ഇന്ത്യയിൽ ഒരു അടിപൊളി ഗ്രാഫിക് കാർഡ് ഇറക്കി ആൻഡ് ഐ എം പ്രൗഡ് യു ഇന്റൽ ഫോർ ഡൂയിങ് ദാറ്റ്. രണ്ട്, വി ടോക്ഡ് അബൌട്ട് പുതിയ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് എന്തിലേക്ക് കൺസിഡർ ചെയ്യാമെന്ന്. മൂന്ന്, വി ടോക്ഡ് അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് മൈനിങ്. ആൻഡ് നാല്, അബൌട്ട് AI ഏജൻറ്റ്സ്. അടുത്ത AI ഏജൻറ്റ്സ് ഒരു വലിയ ഫാക്ടറായിട്ട് വരാൻ പോവുക. നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ചെയ്യേണ്ട ജോലിയൊക്കെ AI ഏജൻസിനെ എത്തിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് പറയുകയാണ്, മേക്ക് ഷുവർ യു വാച്ച് ദാറ്റ് സ്പേസ്. ആൻഡ് അതിൻ്റെ ഇമ്പാക്റ്റ് ഓഫ് ക്രിപ്റ്റോ പറ്റി നമ്മൾ സംസാരിച്ചു. ഐ ഹോപ്പ് ദിസ് ഹെൽപ് യു ഇൻ സം വേ ഓർ അറ്റ്ലീസ്റ്റ് ബ്രൈറ്റൻ യുവർ ഡേ അപ്പ് എ ലിറ്റിൽ ബിറ്റ്. അപ്പോൾ ഒന്നാറിനോട് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ, ഇഫ് യു ലവ് what we do here, make sure you follow us on Instagram. Instagram is JRX Official, that's GRIGSOFFICIAL. And if you love what we do here, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്. And if you're not subscribe to our YouTube channel. And also guys, ഇങ്ങനെയുള്ള ഓസം കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഓസം PC ബ്രാൻഡ് GRX. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഹൈ എൻഡ് ഗെയിമിംഗ് PC, ഒരു വർക്ക് സ്റ്റേഷൻ, ഒരു റെൻഡറിങ് PC, ഒരു മൈനിങ് PC എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യണം, you head right over to GRX, hit us up. നിങ്ങൾക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം, or anything. നിങ്ങൾക്ക് എന്ത് ഹൈ എൻഡ് PC ബിൽഡിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിലും we are there to help you. Once again, we got you. And അല്ലെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രത്താണ്, or if you're anywhere in Kerala and നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറിലേക്ക് വരണമെങ്കിൽ we are located on തിരുവല്ലം-കോളം bypass before the toll booth. So നിങ്ങൾ സ്ട്രൈറ്റ് വരിക, see our awesome showroom and hang out with us, and നിങ്ങളുടെ PCs ഒക്കെ സ്റ്റൈലായിട്ട് ബിൽഡ് ചെയ്യാം. And once again guys, so അടുത്ത വർഷം ക്രിപ്റ്റോയുടെ ഇയർ ആണ്. So make sure നിങ്ങൾ ഇപ്പോഴേ അത് റെഡി ആവൂ, ബിക്കോസ് വെൻ തിങ്സ് ഹിറ്റ് ദ സീലിംഗ്, തിങ്സ് ആർ ഗോണ ഹിറ്റ് ദ സീലിംഗ് ഹാർഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ റെഡി ആയിട്ടിരിക്കുക ഗൈസ്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ന്യൂസുമായിട്ട് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. Till then, this is me saying cricket baby, peace once again. A big freaking thank you for 800 subscribers last week. We are growing, we're staying strong, and I will see you in the next one. Cricket baby, peace.